ഇഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ബാലചന്ദ്രൻ വന്ന് ശാരദാമ്മയോട് പറയുകയാണ്, നിങ്ങളുടെ മകൾ ഈ ഹോട്ടലിൻ്റെയും വീടിൻ്റെയും ഒക്കെ ആധാരം കൊണ്ട് തന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ കൊണ്ടുപോയി. പിന്നെ ഫോൺ വിളിച്ചപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അവളോട് തന്നെ ചോദിക്കുന്നൊക്കെ പറയുമ്പോൾ രാജി വിളിച്ച് ശാരികയും അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം ആളുകളുടെ മുമ്പിൽ വെച്ച് ചോദിക്കണ്ട, ചിലപ്പോൾ മാനക്കേടാവും, പിന്നെ ബിസിനസ്സും ഈ പണമിടപാടും വീട്ടുകാര്യങ്ങളും ഒക്കെ കൂട്ടിക്കുഴയ്ക്കാൻ ഞാനില്ല, ഞാൻ അങ്ങനത്തെ ഒരു മുതലല്ല ഞാൻ എന്നൊക്കെ ബാലേന്ദ്രൻ അങ്ങ് ശാരികയെ നോക്കി അങ്ങ് മോശമായിട്ട് സംസാരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ഇത് നീതികേടാണ് ബാലേന്ദ്ര എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, പലിശ 2 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പലിശ അടക്കം ഒരാഴ്ചയ്ക്കുള്ളിൽ തരാമെന്നാണ് നിങ്ങളുടെ മകൾ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തന്നത്. ആ കാലാവധി ഇന്നലെ കഴിഞ്ഞു, അതുകൊണ്ട് ഇന്ന് മുതൽ ഇത് എൻ്റെ സ്വത്താണ് എന്ന് പറയുമ്പോൾ ശാരിക ഓർക്കുകയാണ്. അന്നേരം വെറുതെ ഒന്നും എഴുതാത്തൊരു മുദ്രപത്രത്തിൽ ബാലേന്ദ്രന് വേണ്ടി അന്ന് ഒപ്പിട്ട് കൊടുത്തത്. അന്നേരം ഇത് ചതിയാണ് എന്നിങ്ങനെ ശാരിക പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ ചതിയാണെന്ന് കൂടി നിൽക്കുന്നവർക്കും ശാരദാമ്മയ്ക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രനാണെങ്കിൽ അങ്ങ് പ്ലേറ്റ് മാറ്റുകയാണ്. ഓഹോ, നീ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ലേ, ഒന്നും എഴുതാത്ത മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരാനായിട്ട് നീ അത്രയ്ക്ക് മണ്ടിയാണോ, നാട്ടുകാരതൊക്കെ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും അതങ്ങ് ശരിവെക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ അങ്ങ് ഇത് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ബാലേന്ദ്രനോട് ഇങ്ങനെ താണു വീണ് പറയുമ്പോൾ ഒരാഴ്ചത്തെ സമയം ഞാൻ നിങ്ങൾക്ക് തരാം, അതിനുള്ളിൽ പണവും പലിശയും ഉൾപ്പെടെ തന്ന് ആധാരം തിരിച്ചെടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരവസരം കൂടി തരാമെന്ന് പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, പക്ഷെ അതുവരെ ഈ ഹോട്ടൽ തുറന്നു വച്ചിരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിൽ നിന്ന് എല്ലാവരെയും ഇറക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം ഇത് ശരിയല്ല, ചതിയാണെന്നും പറഞ്ഞ് മറ്റേ ശങ്കരേട്ടനെ മുന്നോട്ട് വരുന്നുണ്ട്. അന്നേരം ചതിയാണോ, ശങ്കരേട്ടന് മനസ്സിലായോ എന്നും പറഞ്ഞ് ശങ്കരേട്ടനെ പിടിച്ചങ്ങ് പുറത്തേക്ക് തള്ളുകയാണ്. പിന്നീട് രാജിയും ശാന്തയും ഒക്കെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അവസാനം ശാരദാമ്മയും ശ്യാമയും ശാരികയും മാത്രമാവുകയാണ് അവിടെ. അന്നേരം ദോശ ചുടാനും ചായ അടിക്കാനും മാത്രമല്ലാതെ ശാരദാമ്മയും മക്കളും ഇറച്ചി വെട്ടാനൊക്കെ പഠിക്കുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ജോലി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആകെ തകർന്ന് നിൽക്കുകയാണ് ശാരദാമ്മ, എന്തു ചെയ്യണമെന്ന് അറിയാതെയായിട്ട്. തുടർന്ന് ശാരദാമ്മയ്ക്കും മക്കൾക്കും കൂടി ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഒരു തിരുവള്ളം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അവരും അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഹരീഷിന് വേണ്ടി ഇറച്ചി വിട്ട് കടയാക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നാളെ മുതൽ അടുത്ത ആഴ്ച മുതൽ ഇവിടെ ആടിനെയും മാടിനെയും ഒക്കെ വെട്ടും, ചോരപ്പുഴ ഒഴുകും എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ബേക്ക് കഥവൊക്കെ അടച്ച് ഹരീഷിനെ കൊണ്ട് ആ ഹോട്ടൽ അങ്ങ് പൂട്ടുകയാണ്. തുടർന്ന് അങ്ങ് ആകെ തളർന്ന് ശാരദാമ്മയെങ്കിൽ അങ്ങ് വെളിയിലെ ചുമര് ചാരി ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരാഴ്ച നിങ്ങൾക്ക് ഞാൻ സമയം തരികയാണ്, അതിനുള്ളിൽ തിരിച്ചെടുത്താൽ നിങ്ങൾക്കിത് സ്വന്തം, അതുവരെ ഈ താക്കോല് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞ് താക്കോല് ബാലേന്ദ്രൻ അങ്ങ് പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം പോകാൻ നേരം ശാരികയോടും പറയുകയാണ്, നീ ഫോൺ ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്, എൻ്റെ കൈയും കാലും വെട്ടുമെന്ന്, ഓഫീസിലായാലും വീട്ടിലായാലും എവിടെയായാലും വന്ന് വെട്ടുമെന്നല്ലേ, ഞാൻ എങ്ങും പോകുന്നില്ലേ, ബാലേന്ദ്രൻ ഇവിടെ തന്നെ കാണും, പിന്നെ നിനക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, അവസാനം ഗതികെട്ട് നീയും ഇറങ്ങി വരും, മാടിൻ്റെയും ഒക്കെ കൂട്ടത്തിൽ നിന്നെയും ഞാൻ ഇറച്ചി വിലയ്ക്ക് തൂക്കി വയ്ക്കും എന്നൊക്കെ ഒരു ദേഷ്യത്തോടു കൂടി ശാരികയോട് അങ്ങ് സംസാരിക്കുകയാണ്. പക്ഷേ ശാരികയ്ക്കോ ശ്യാമയ്ക്കോ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ്. തുടർന്ന് ഇവിടെ ആധാരം തിരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും എന്നിങ്ങനെ ശാരദാമ്മയുടെ മൂത്ത് നോക്കി പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ല, ആടിൻ്റെയും മാടിൻ്റെയും ചോരപ്പുഴയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങളുടെ കുടുംബം തകർക്കാനായിട്ട് എൻ്റെ ചേച്ചി രാജേശ്വരി ഇവിടെ ഒരു പ്രയത്നമാണ് ഇത്, അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട, എൻ്റെ ചേച്ചിക്ക് ചേച്ചിയുടെ വഴി, എനിക്ക് എൻ്റെ വഴി, പിന്നെ നിങ്ങളുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും ഞാൻ സ്വത്തൊക്കെ അടിച്ചു മാറ്റിയെന്നൊരു നാട്ടിലൊരു സംസാരമുണ്ട്, അങ്ങനെ ആര് പറഞ്ഞാലും എനിക്കതിൽ പുല്ലുമില്ല, ബാലേന്ദ്രൻ പുതിയ ആളാണ്, ഇത് അടുത്ത ആഴ്ച മുതൽ ഇത് എൻ്റേതായിരിക്കും എന്ന് പറഞ്ഞ് അവസാനമാണെങ്കിൽ എന്നോലെ ശാരദാമ്മയെ നോക്കിയിട്ട് എല്ലാവരോടും ദേഷ്യത്തോട് സംസാരിച്ചിട്ട് ബാലേന്ദ്രൻ വന്ന് എല്ലാവരെയും കൂട്ടി അങ്ങ് തിരികെ പോവുകയാണ്. അതിനു മുന്നേ പലിശയുടെ കാലാവധിയോ അടച്ചു തീർക്കേണ്ട അവധിയോ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ശാരിക സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാതിരിക്കാനായിട്ട് നീ അത്ര വലിയ മുതലാണോ എന്നൊക്കെ ശാരിക ഇങ്ങനെ അടിമുടി നോക്കി ഒരു അഴുക്ക രീതിയിൽ നോക്കുമ്പോൾ ആകെ അങ്ങ് നാണം കെട്ട് ശാരിക നിൽക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ബാലേന്ദ്രൻ ഹോട്ടൽ പൂട്ടി പോകുന്നത്. തുടർന്ന് ആകെ അങ്ങ് കരഞ്ഞ് തളർന്ന ശാരദാമ്മ ആ പടിക്കെട്ടിലേക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പൂട്ടിയിട്ട് ആ ഹോട്ടലിലേക്കും പിന്നീട് ബാലചന്ദ്രൻ ഒരു ബോർഡ് അവിടെ തൂക്കിയിട്ട് പോയിരുന്നു, ഇറച്ചിക്കട നേരിട്ട് മട്ടൻ ചിക്കൻ ബീഫ് മിതമായ നിലയിൽ കൊടുക്കപ്പെടും, അങ്ങനെയുള്ളൊരു ബോർഡ്, അതൊക്കെ നോക്കി അങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ്. അന്നേരം അമ്മയെന്നൊക്കെ ശാരിക വിളിക്കുന്നുണ്ട്, ശാരദാമ്മയെന്ന് ശങ്കരേട്ടനും എല്ലാവരും ഒക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആകെ തളർന്നിരിക്കുകയാണ് ശാരദാമ്മ. അങ്ങനെ ഇരിക്കുന്ന ശാരദാമ്മയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ അന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറക്കി വിട്ടതും പിന്നീട് ഹോട്ടൽ ഉണ്ടാക്കിയതും ഹോട്ടൽ രണ്ടാമത്
ആരൊക്കെയോ തകർത്തപ്പോൾ വീണ്ടും അത് തകൃതിയായിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്നുകൂടി ഓപ്പൺ ആക്കിയതും ഒക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ പത്രോസും നിർമ്മലയും കൂടി എത്തുകയാണ്. പത്രോസ് നടത്തുന്ന സൈക്കിൾ റേസ് മത്സരത്തിൻ്റെ ഉദ്ഘാടനത്തിനും സമ്മാനദാനത്തിനും സത്യഭാമയെ ക്ഷണിക്കാനാണ് അവർ വന്നിരിക്കുന്നത്. അന്നേരം സൈക്കിൾ റേസുമായിട്ട് ഇതെന്താ ബന്ധമെന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് ഒരു ബന്ധവുമില്ല, സൈക്കിൾ കയറാൻ തന്നെ എനിക്ക് പേടിയാണ്. പിന്നെ ഈ ക്ലബ്ബുകാരൊക്കെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നടത്തണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. പിന്നെ സമ്മാനത്തുക 2,27,229 രൂപയാണെന്നൊക്കെ പറയുകയാണ്. ഒരു വിളക്ക് കത്തിക്കുക, പിന്നെ ജയിച്ചു വരുന്ന ആളിനൊരു സമ്മാനം കൊടുക്കുക, അത്രേ ഉള്ളൂ എന്നൊക്കെ സത്യഭാമയോട് പറയുകയാണ്. അന്നേരം ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭാമ ഒന്ന് വന്ന് നിന്നാൽ മതി എന്ന് പറയുകയാണ്. രാഘവൻ നായരും പറയുന്നുണ്ട്, ഇത്രയും പൈസ പത്രോസ് മുടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ലാഭം കാണും, നീ ആയിട്ട് തല്ലിക്കെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ നിർമ്മലയും പത്രോസും കൂടി നിർബന്ധിക്കുമ്പോൾ സത്യഭാമ സമ്മതിക്കുകയാണ് ചെല്ലാമെന്ന്. ഇതേസമയം ശാലിനിയുടെ വീട്ടിലേക്ക് വന്ന് ബാലചന്ദ്രൻ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയ സംഭവമൊക്കെ പറയുകയാണ്. അന്നേരം ശാലിനി അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. പണം കൊടുക്കുന്നതിനൊക്കെ ഒരു കാലാവധി ഇല്ലേ, അത് കഴിയാതെ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഒപ്പിട്ട് കൊടുത്ത മുദ്രപത്രത്തിൽ ഒന്നുമില്ലായിരുന്നു, അയാൾ പിന്നെ ആവശ്യാനുസരണം എഴുതി ചേർത്തതാണ്, ഒരാഴ്ചത്തെ കാലാവധി എഴുതി ചേർത്തു, പിന്നെ യാതൊരു ബാധ്യതയും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ എഴുതി ചേർത്തു. പിന്നെ അതുമാത്രമല്ല വേറൊരു കാരണം കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് രാജീവിനെ അന്ന് റോഡിൽ വെച്ച് കണ്ട് വഴക്ക് പറഞ്ഞതും രാജീവിനെ ശാരിക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും പിന്നീട് ബാലേന്ദ്രൻ ഫോൺ വിളിച്ചപ്പോൾ ചീത്ത വിളിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ട്, ഇതുപോലുള്ള ബുദ്ധിമോശം വെറുതെ മുദ്രപത്രത്തിൽ വായിക്കാതെ ഒപ്പിട്ട് കൊടുത്തതൊക്കെ ഇതുപോലെ ബുദ്ധിമോശം ആരെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിയില്ലെന്ന് അന്ന് നിനക്കറിയാമല്ലോ എന്നും പറഞ്ഞ് ആകെ വിഷമത്തോടെ ശാരിക നിൽക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ശാരദാമ്മയുടെ മക്കളെ കുറിച്ച് അയാൾ എന്താണ് വിചാരിച്ചു വെച്ചേക്കുന്നത്, പൈസ വാങ്ങിച്ചു എന്ന് കരുതി കൊഞ്ചാനും കുഴയാനും ഒക്കെ നിന്നു കൊടുക്കണമെന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അച്ഛനെ ജയിലിൽ ഇറക്കാനായിട്ട് ഏത് പിശാചിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കാനായിട്ട് അമ്മയാണ് എന്നെ തള്ളിവിട്ടത്, അതേ അച്ഛൻ തന്നെ നമ്മുടെ വീട്ടിൽ താമസമാക്കുമെന്ന് അറിഞ്ഞപ്പോൾ അമ്മ ഇറക്കി വിട്ടു. പക്ഷെ മുമ്പായിരുന്നെങ്കിൽ അച്ഛൻ പുറത്തായിരുന്നപ്പോൾ നമുക്കൊരു കരുതലുണ്ടായിരുന്നു, ഇപ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലല്ലോ, നാഥനില്ലാത്ത ഒരു കളരി പോലെയാണ് ഇപ്പോൾ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞ് ശരീരങ്ങ് വിഷമിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, എൻ്റെ ഭർത്താവ് എല്ലാം തികഞ്ഞ ഒരാണൊരുത്തനാണ് എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, വിഷ്ണുവേട്ടൻ്റെ പേര് കേട്ടാൽ മതി, നിങ്ങൾ ആരും തൊടില്ല, ആ ബാലേന്ദ്രനൊക്കെ പേടിക്കും എന്ന് പറഞ്ഞ് ഇനി വിഷ്ണുവിനോട് പറയാനുള്ള പുറപ്പാടാണ് ശാലിനി കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ വിഷ്ണു അറിയുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. അതേപോലെ സൈക്കിൾ റേസിൽ വിഷ്ണു പങ്കെടുക്കും, വിഷ്ണുവിന് തന്നെ സമ്മാനം കിട്ടുകയും ചെയ്യും. അതൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.